ഗീതാലക്ഷ്മിയുടെ കൂടെ വന്നിട്ടുള്ളത് ആരാ? എന്താ? പേഷ്യന്റിനെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഡെലിവറി ഉടനെ ഉണ്ടാവും. ഡോക്ടർ, കുഴപ്പമെന്തെങ്കിലും? എന്തു കുഴപ്പം? നോർമൽ ഡെലിവറിയാ. ബി കൂൾ മാൻ. കുട്ടികൾക്ക് സ്ട്രെസ് മാനേജ്മെന്റ് പറഞ്ഞു കൊടുക്കുന്ന ആള് ഇങ്ങനെ നെർവസ് ആയാലോ? നത്തിങ് ടു വറി. അശ്വതിയുടെ ആളാരാ വന്നിട്ടുള്ളത്? ഞാനാ. എന്താ? ദേ IP കാർഡ് കാണിച്ച് ഡിസ്പെൻസറിയിൽ നിന്ന് വേഗം മരുന്ന് വാങ്ങിക്കൊണ്ട് വരണം. വേഗം വേണേ. അശ്വതിക്കിപ്പോ സിസേറിയൻ വേണ്ടി വരും. വേഗം മെഡിസിൻ വാങ്ങി വരൂ. മിസ്റ്റർ വിജയ് പണിക്കർ, യെസ്. ഭാര്യ പ്രസവിച്ചു. പെൺകുഞ്ഞാണ്. മുരളീകൃഷ്ണൻ, അശ്വതിയുടെ ഡെലിവറി കഴിഞ്ഞു. സിസേറിയൻ ആയിരുന്നു. കുഞ്ഞ് പെൺകുഞ്ഞാ. ഈ ആശുപത്രിയിൽ ഇന്ന് ഏതാനും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ജനിച്ച ഈ പെൺകുഞ്ഞുങ്ങളാണ് 20 വർഷങ്ങൾക്കപ്പുറം സംഭവിക്കുന്ന നമ്മുടെ കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. രേഖകളിൽ ഇവരുടെ പേര് അപൂർവ എന്നും മാളവിക എന്നുമായിരിക്കും. എന്നാൽ ഇവരുടെ അച്ഛനമ്മമാർക്കും പിന്നെ നമ്മൾ പ്രേക്ഷകർക്കും ഇവർ അപ്പുവും മാളുവുമാണ്. അപ്പു, അമ്മയുടെ അപ്പൂട്ടാ, എന്റെ ചക്കര കുട്ടിയല്ലേ. മാളുക്കുട്ടി, അമ്മയുടെ പൊന്നുവാവേ. അപ്പവും മാളവും ജനിച്ച അതേ ദിവസം തന്നെ ഈ ആശുപത്രി ഒരു മരണത്തിന് കൂടി സാക്ഷിയായി. അലക്സ് കെ തോമസ് എന്ന റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനായിരുന്നു അത്. തനിക്ക് ചുറ്റും സംഭവിക്കുന്നതൊന്നും അറിയാതെ പകച്ചു നോക്കുന്ന ഈ 4 വയസ്സുകാരനെ ഒന്ന് ഓർമ്മ വെച്ചോളൂ. അപ്പുവിൻ്റെയും മാളുവിൻ്റെയും ജീവിതത്തിലേക്ക് ഒരു ചെറു പുഞ്ചിരിയോടെ ഇവൻ പിന്നീട് കടന്നു വന്നേക്കാം. പ്ലീസ് മാളവിക, ഇന്നെങ്കിലും എനിക്കൊരു റിപ്ലൈ കിട്ടിയേ പറ്റൂ. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, രണ്ടിലൊന്ന് എനിക്കറിയണം. അരുൺ, എന്ത് ഭാവിച്ച? എന്നോട് ഇങ്ങനൊന്നും സംസാരിക്കരുതെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? ഓക്കെ, ഞാൻ എന്നെ ശല്യപ്പെടുത്തുകയില്ല. ഈ പ്രപ്പോസൽ ഇയാൾക്ക് ഇഷ്ടമായില്ലെന്ന് ഇപ്പൊ ഇവിടെ വെച്ച് എന്റെ മുഖത്ത് നോക്കി പറ. ഞാൻ പോയേക്കാം. എന്താ, ഇയാൾക്കത് പറ്റുമോ? ഞാൻ പോകുന്നു. ഏയ് വെയിറ്റ് 1 സെക്കൻഡ്. ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. അല്ലെങ്കിൽ ഇയാൾക്ക് എന്താ എന്റെ മുഖത്ത് നോക്കി ഒരു നോ പറഞ്ഞാല്? അങ്ങനെ പറഞ്ഞ ഇയാളുടെ പ്രശ്നം തീരുമോ? തീരും. പക്ഷെ ആ പറച്ചില് സത്യമാണെന്ന് എനിക്കും കൂടി കൺവിൻസ് ആവണം. നോക്കാരോ, നമ്മൾ ഒരേ കോളേജിൽ പഠിക്കുന്ന നല്ല ഫ്രണ്ട്സ് ആണ്. അതിനപ്പുറം ഒരു ഫ്ലേവറും നമ്മുടെ റിലേഷനിൽ വേണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്തത് ഇയാൾക്കല്ല, തന്റെ ഫ്രണ്ടിന്. അതല്ലേ സത്യം? അവൾക്ക് വേണ്ടിയല്ലേ ഇയാൾ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത് അല്ലേ? യെസ്, എനിക്കറിയാം. ലുക്ക് ബ്രോസ്, അവിടെ സീൻ കട്ട ശോകമായി തുടങ്ങിയെന്ന് തോന്നുന്നു. അതൊരു പുതിയ കാര്യമല്ലല്ലോ. അവന്റെ പോക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് കൊളാക്കും. ഭാഗ്യം നമ്മുടെ പ്രതീക്ഷ അവൻ തെറ്റിച്ചില്ല. ഛേ, ഇവനത് എന്തിന്റെ കേടാ? ഇങ്ങനെ അങ്ങോട്ട് ഒലിപ്പിച്ച് പിന്നെ നടക്കാൻ മാത്രം ഇവളാരാ? മിസ് വേൾഡോ? ഇവളേക്കാൾ ക്യൂട്ടായ എത്രയോ പെൺകുട്ടികൾ നമ്മുടെ ഈ ക്യാമ്പസിലുണ്ട്. അവരെയൊന്നും നമ്മുടെ നായകന് കണ്ണി പിടിക്കില്ലല്ലോ. അത് ശരിയാ. ആ മാക്സിലെ രമ്യ ഉണ്ണിത്താൻ ഇവനൊന്ന് പറഞ്ഞ മരിക്കും. അത്രയ്ക്ക് കട്ട പ്രേമോ ഇവനോട്. ഇവനോട് മാത്രമല്ല, അവക്ക് ഈ ക്യാമ്പസിലെ ഒരുവിധം പണച്ചാക്കളോടെല്ലാം കട്ട ലവാണ് മോളെ. നീ പോടാ. നിന്റെ അപ്പന് ആവശ്യത്തിന് പണം ഉണ്ടല്ലോ, എന്നിട്ട് അവള് നിന്നെ പ്രേമിക്കാൻ വന്നോ? അതിനിവന്റെ അപ്പന് പണം ഉണ്ടെന്നല്ലേ ഉള്ളൂ. ആൺകുട്ടിയാണെന്ന് ഇവൻ ഇതുവരെ തെളിയിച്ചിട്ടില്ലല്ലോ. മോനെ സാങ്കുട്ടി, കൂടുതൽ ഊതല്ലേ. നിന്റെ പ്രേമം നിന്റെ അപ്പൻ മരട് ഫ്ലാറ്റ് പോലെ പൊളിച്ചു കളഞ്ഞത് ഈ ക്യാമ്പസിൽ മുഴുവൻ പാട്ടാ.
എന്നെ കൊണ്ടത് പിന്നെയും പാടിക്കല്ലേ. ഹേയ് ലുക്ക് ബ്രോസ്, സീൻ വീണ്ടും കളറാവാൻ തുടങ്ങി. എന്ത് കളർ? ഒന്ന് പോയടാ മക്കളെ. മറ്റവള് കൂടെ ഉള്ളിടത്തോളം കാലം ഇവര് തമ്മിൽ സെറ്റാവാൻ പോകുന്നില്ലെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അത് കറക്റ്റ്. ഞാനും നിന്റെ കൂടെയാ. അവര് തമ്മില് അങ്ങനെ ഒരു ബന്ധമല്ലേ അല്ലേ മോനസാമേ? യെസ് യെസ്, അപൂർവയും മാളവികയും ഇത്രയും സ്ട്രോങ് ആയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ക്യാമ്പസിൽ മറ്റാർക്കും ഇല്ല. യെസ്, ആ ഫ്രണ്ട്ഷിപ്പ് ഒരു 1.5 ഷിപ്പാണ് മോനെ. ആ കപ്പലിൽ മറ്റാരും കയറുന്നത് അപൂർവം മോൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ലവന്റെ കടവത്ത് ആ കപ്പല് ലവൾ അടുപ്പിക്കേല. അതാണ് സെറ്റപ്പ്. ഹോ, എന്തായാലും വീട്ടുകാർ അറിഞ്ഞിട്ട പേരാ അവളുടേത്, അപൂർവ. ശരിക്കും ഒരു റെയർ ജെൻസാ മോനെ. നോക്കുമോളെ, അവര് തമ്മിൽ സെറ്റായെന്നാ തോന്നുന്നേ. കൊള്ളാം, രണ്ടുപേരും നല്ല മാച്ചാണല്ലേ? പെർഫെക്റ്റ്. ഓക്കെ, ചോറും ആംപ്ലേറ്റും പോലെ.